ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രാസംഗികൻ ഒരിക്കൽ രോഗിയായി തീർന്നു. ഇന്ന ദിവസം ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. പക്ഷേ ആ ദിവസങ്ങളിൽ കടുത്ത പനി, പോകാൻ പറ്റിയില്ല. അന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്തു. കേരളത്തിൽ അറിയപ്പെട്ട ദൈവദാസന. പക്ഷെ അന്ന് രാവിലെ ഓർഗനൈസേഴ്സിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. പക്ഷെ അവർ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം ഡേറ്റ് കൊടുത്തു. ഒരു വലിയ സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അവരുടെ ചില വാക്കുകൾ ഹൃദയത്തെ വേദനിപ്പിച്ചപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, ഒത്തിരി ക്ഷീണത്തോടാണെങ്കിലും എന്തു ചെയ്യാം, മീറ്റിങ്ങിന് പോകാം. അവിടെ ചെന്നു ഇരുന്നാ പ്രസംഗിച്ചത്. 10 മിനിറ്റ് എടുക്കത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ശക്തീകരിച്ച് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ഇത് കഴിഞ്ഞ് ഒരു സമൂഹം പ്രാർത്ഥിക്കാൻ നിൽക്കുക. ഈ ദൈവദാസന് ബലമില്ല, കടുത്ത പനി. ഒരു സമൂഹം പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമായി നിൽക്കുക. ഈ ദൈവദാസന് അത്ഭുതം തോന്നി. ഇത്ര സഹോദരിമാർ ഇവിടെ ഉണ്ടായിട്ടും എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ ഒരു കുഞ്ഞ്. ആ കൊച്ചിനെ ഇങ്ങ് അടുത്ത് വിളിച്ചു. ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചോദിച്ചു, അപ്പച്ചൻ വെള്ളം കുടിച്ചോളാം, മോൻ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഈ കുഞ്ഞ് പോകുന്നില്ല. കുറേ നേരം അവിടെ നിന്നു. ഒത്തിരി പേർക്ക് വേണ്ടി ഇതിനിടയ്ക്ക് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ മുന്നോട്ട് വിളിച്ച് ചോദിച്ചു, മോനെ, അപ്പച്ചൻ പറഞ്ഞല്ലോ വെള്ളം കുടിച്ചോളാം, മോൻ പൊക്കോ. പക്ഷെ മോൻ പോയില്ല. പോകാഞ്ഞപ്പോൾ ജിജ്ഞാസയോട് ചോദിച്ചു, ഇതെന്താ സ്പെഷ്യൽ വെള്ളമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചതാ, കുടിച്ചോ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്താൽ സൗഖ്യം വരുമെന്ന്. ഇതാ വിശ്വാസത്തിൻ്റെ ശക്തി. 8 വയസ്സുള്ള ഒരു കൊച്ചൻ്റെ അകത്ത് അഭിഷേകം വ്യാപരിച്ചു, വിശ്വാസം വ്യാപരിച്ചു. പെന്തക്കോസ്തിന്റെ തലമുറകളെ, ഇന്നലകളെ ചലിപ്പിച്ചത് ഈ വിശ്വാസമാണെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുക, അത് മടക്കി പിടിക്കണം. പ്രാർത്ഥന ഒരു ശക്തിയാണ്. പ്രാർത്ഥിക്കുന്നത് മുടക്കരുത്. പ്രാർത്ഥനയാണ് ഉയരങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. ഓ, പെന്തക്കോസ്തിന്റെ തലമുറയെ ചലിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. ഇതെൻ്റെ മമ്മിയുടെ ബൈബിളാണ്. സ്തോത്രം. ഒരായുസ് മുഴുവൻ ഈ പുസ്തകം ഉപയോഗിച്ചതാ. ഈ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ മമ്മി മരിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ കൈ കിട്ടിയേ. ഞാൻ ഈ പുസ്തകം തുറന്നു നോക്കി. ഇത് ബൈൻഡ് ചെയ്താൽ ഇങ്ങനെ, ഒത്തിരി ബൈൻഡ് ചെയ്താൽ ഇങ്ങനെ ആക്കിയ കേട്ടോ, പഴയ ഒരു പുസ്തകമാണ്. പക്ഷെ ഇതിൻ്റെ താളുകളെല്ലാം ഞാൻ തുറന്നു നോക്കിയപ്പം ഒത്തിരി കണ്ണുനീര് വീണ, ഒത്തിരി മുഷിഞ്ഞ താളുകൾ. സ്തോത്രം. അന്ന് അതിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് നാക്കോഗി പ്രസംഗിക്കാൻ എന്നെ യോഗ്യനാക്കിയത് ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ആ മാതാവ് ഇന്ന് ലോകത്തില്ല. പക്ഷെ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, വിശ്വാസത്തിന് വില കൊടുത്ത ഒരു തലമുറയുണ്ട്.